നമസ്കാരം. CPM നേതാവ് KJ ഷൈനിനെതിരെ അശ്ലീല ചുവയുള്ളതും അപകീർത്തികരവുമായ പ്രചാരണം നടത്തിയ കേസിൽ പ്രമുഖ യൂട്യൂബറും മുസ്ലിം ലീഗ് സൈബർ വിങ്ങിലെ സജീവ പ്രവർത്തകനുമായ യാസർ എടപ്പാളിനെ ആലുവ റൂറൽ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊണ്ടോട്ടി അബു എന്ന സൈബർ പേജിന്റെ അഡ്മിൻ കൂടിയാണ് ഇയാൾ. വിദേശത്തൊളിവിലായിരുന്ന യാസറിനെതിരെ പോലീസ് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ പിടിയിലാകുമെന്ന് ഉറപ്പായതോടെ ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ഇയാളെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെക്കുകയും തുടർന്ന് സൈബർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. KJ ഷൈൻ നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെടുത്തി KJ ഷൈനെതിരെ തികച്ചും മോശമായ രീതിയിൽ യൂട്യൂബ് ചാനലിലൂടെ പ്രചാരണം നടത്തിയതാണ് നിലവിലത്തെ കേസ്. കേസിൽ മൂന്നാം പ്രതിയാണ് യാസർ. നേരത്തെ ഇതേ കേസിൽ KM ഷാജഹാൻ, പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് വിവരങ്ങൾ കൈമാറുന്നതിലും വ്യാജ പ്രചാരണം ആസൂത്രണം ചെയ്യുന്നതിലും യാസറിന് പ്രധാന പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന KJ ഷൈനെതിരെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പകുതിയോടെയാണ് സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചാരണങ്ങൾ ആരംഭിക്കുന്നത്. ഷൈൻ ടീച്ചറുടെയും വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനെയും പേരും ചിത്രങ്ങളും ഉപയോഗിച്ച് ലൈംഗിക ചുവയുള്ളതും മോശവുമായ രീതിയിലുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുകയായിരുന്നു. മെട്രോ വാർത്ത ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയായിരുന്നു ഇതിന് അടിസ്ഥാനമായത്. മെട്രോ വാർത്ത ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു വാർത്തയായിരുന്നു വിവാദങ്ങൾക്ക് കാരണമായി മാറിയത്. CPM വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ MLA ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടിയെന്ന തലക്കെട്ടിൽ മെട്രോ വാർത്ത ദിനപത്രം പ്രസിദ്ധീകരിച്ച വാർത്തയായിരുന്നു വിവാദം ആളിക്കത്തിച്ചത്. ഇതിനു പിന്നാലെയായിരുന്നു ഈ വാർത്തയുമായി ബന്ധപ്പെടുത്തി അപവാദ പ്രചാരണം ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക ആരോപണം നിലനിൽക്കെ സമാനമായ വിവാദത്തിൽ അകപ്പെട്ട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള CPM MLA എന്നതായിരുന്നു വാർത്ത. പറവൂരിൽ പട്ടാപ്പകൽ CPM വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ MLA വനിതാ നേതാവിന്റെ ഭർത്താവും നാട്ടുകാരും ചേർന്ന് വീട്ടിൽ നിന്ന് പിടികൂടിയെന്നും വനിതാ നേതാവിന്റെ ഭർത്താവ് ഒരു യോഗത്തിൽ പങ്കെടുക്കാനായി പുറത്തേക്ക് പോയിരുന്ന സമയത്താണ് സംഭവം നടക്കുന്നതെന്നുമായിരുന്നു വാർത്തയുടെ ഉള്ളടക്കം. അപ്രതീക്ഷിതമായി തിരിച്ചെത്തിയ ഭർത്താവ് സ്പെയർ താക്കോൽ ഉപയോഗിച്ച് വീട് തുറക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല. തുടർന്ന് ഭാര്യയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ വീടിനുള്ളിൽ ഇരുന്ന് റിംഗ് ചെയ്തതല്ലാതെ പ്രതികരണമുണ്ടായില്ല. ഇതേ തുടർന്ന് ആശങ്കയിലായ ഭർത്താവ് സമീപവാസികളുമൊത്ത് വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയപ്പോൾ MLA കണ്ടുവെന്നും ഭർത്താവ് MLA കൈകാര്യം ചെയ്തുവെന്നും വിശദീകരിക്കാൻ ശ്രമിച്ച MLA ഭർത്താവ് ചവിട്ടി താഴെയിടുകയും ചെയ്തുവെന്നുമായിരുന്നു അന്നത്തെ വാർത്ത. കോൺഗ്രസ് പ്രവർത്തകർ വിഷയം കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രമുഖ പ്രാദേശിക നേതാവ് ഇടപെട്ട് തടഞ്ഞുവെന്നും വാർത്തയിലുണ്ടായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെടുത്തി നടന്ന ആരോപണങ്ങളെല്ലാം KJ ഷൈനും വൈപ്പിൻ MLA നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഈ വാർത്തയുമായി തന്റെ പേരിനെ ബന്ധപ്പെടുത്തി വ്യാജ പ്രചാരണം നടത്തുന്നതിനെതിരെ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരു പാർട്ടികളും രംഗത്ത് വന്നിരുന്നു. KJ ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നായിരുന്നു CPMന്റെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും CPM ആരോപിച്ചിരുന്നു. തുടർന്നാണ് വിഷയത്തെ CPM നിയമപരമായി നേരിട്ടത്. അതേസമയം 2021 മുൻ മന്ത്രി KT ജലീലിന്റെ പരാതിയിൽ സമാനമായ രീതിയിൽ അപകീർത്തികരമായ പോസ്റ്റുകൾ ഇട്ടതിനും യാസർ എടപ്പാളിനെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും കുടുംബജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നതിനും ഇയാൾ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിരുന്നതായി അന്വേഷണ സംഘം പറയുന്നു. യാസറിന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോകളും സോഷ്യൽ മീഡിയ ചാറ്റുകളും പോലീസ് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത ശേഷമാണ് നടപടി സ്വീകരിച്ചത്.